DFOIGOIDF, father's name. पूरा सिस्टम उड़ा दिया है, चोरी हो रही है. These are of three types. Either an address that doesn't exist, you go look for it, it's not there, or the address is zero, house number 0 or street number 0, or then the address cannot be verified. Why the election commission doesn't give us electronic data? Because they don't want us to look carefully. ഇന്ത്യയിലെ ജനാധിപത്യത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന മോദി സർക്കാരിന്റെ കള്ളമുഖങ്ങൾ അഴിഞ്ഞു വീണു, അല്ലെങ്കിൽ വീഴ്ത്തിരിക്കുകയാണ് ജനനായകൻ രാഹുൽ ഗാന്ധി. ഇതിൽ പരം മോദിക്കും കൂട്ടർക്കും എന്താണ് പറയാനുള്ളത്? ആര് ജയിച്ചു ആര് തോറ്റു എന്നതിൽ മാത്രമല്ല, ഓരോ മനുഷ്യരും വിശ്വസിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യം തന്നെയാണ് മാറിയിരിക്കുന്നത്. ഇത് BJP സർക്കാർ ജനങ്ങളോട് കാണിക്കുന്ന നെറുകേട് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. എന്താണ് BJP സർക്കാർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? തെളിവുകൾ സഹിതം ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും BJP സർക്കാർ കാണിക്കുന്ന നെറികേടുകളും കള്ളത്തരങ്ങളും തെളിവ് സഹിതം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: എങ്ങനെയെങ്കിലും ഭരണം പിടിക്കാൻ ജനാധിപത്യം തന്നെ മാറ്റിമറിക്കുക, അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കുക. ഇത് ജനങ്ങളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. മോദി സർക്കാരിന്റെ കീഴിൽ എന്തും പോകുമെന്നത് പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നടന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. മോദിക്കെതിരെ ഒരു പടനായകൻ ഉയർത്തെഴുന്നേറ്റത് ഇനിയും BJP സർക്കാർ അറിഞ്ഞിട്ടില്ല. കാരണം അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അക്കമിട്ട് എണ്ണി പറഞ്ഞുകൊണ്ട് തെളിവ് സഹിതം രാഹുൽ ഗാന്ധി രംഗത്തെത്തിയപ്പോൾ ഒരിക്കൽ പോലും മോദിയോ അല്ലെങ്കിൽ മോദിയുടെ കൂട്ടുകാരോ പ്രതീക്ഷിച്ചില്ല ഇത്രയധികം വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന്. ഇനി എന്താണ് മോദി സർക്കാരിന് അല്ലെങ്കിൽ BJPക്ക് പറയാനുള്ളത്? എന്ത് പറഞ്ഞാണ് നിങ്ങൾ അടുത്ത ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിക്കുന്നത്? കുറച്ച് പണമോ അല്ലെങ്കിൽ പദവിയോ കൊണ്ട് മാത്രം ഒന്നും നേടാനാകില്ല. ജനാധിപത്യം ജനങ്ങളിൽ നിന്ന് അകറ്റി അതിൻ്റെ വിശ്വസ്തത നഷ്ടപ്പെടുത്തിയ BJP ഇനി ആരാണ് വിശ്വസിക്കുന്നത്?